വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എണീറ്റിട്ടുണ്ട്. നമ്മുടെ റൈഹാനും റിച്ചുവിനും ഒന്നും സ്കൂളിലില്ല. റൈഹാനും മദ്രസയിൽ പോകണം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കുറേ നേരം കാണാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അടുക്കളയിൽ പോയി എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് നമ്മുടെ റൈഹാനെ റിച്ചുവിനെയും വിളിച്ചുണർത്തി റൈഹാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ മദ്രസയിൽ വിട്ടു കേട്ടോ. അങ്ങനെ റിച്ചുവിന് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കുകയാണ്. റിച്ചുവിന് ഇന്ന് ട്യൂഷൻ പോകണം. 10 മണിക്കാണ് ട്യൂഷൻ. കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. 10:15 10:20 അങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ TV കണ്ടുകൊണ്ടിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കയറ്റി കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടാൻ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ദേണ്ട എൻ്റെ ക്യാമറ ഓണായെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുള്ള കോപ്രായങ്ങളാണ് കേട്ടോ. ഇപ്പം കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ വീണ്ടും കോപ്രായം കാണിച്ചെടുത്ത് ഞാൻ വിളിച്ച് ഓടി വന്നതേണ്ട ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചീപ്പൊക്കെ ഇട്ട് മുടി ഇരുന്ന് ഇഷ്ടമല്ല കേട്ടോ. അത് കൊണ്ടു കയറുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്പ്രേ അടിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്പ്രേ അടിച്ചപ്പോഴത്തേക്ക് കണ്ണടച്ച് പിടിച്ച വേറൊന്നും കൊണ്ടല്ലേ, ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു ദിവസം സ്പ്രേ എടുത്ത് കണ്ണിലടിച്ചു കേട്ടോ. കണ്ണിന് ഭയങ്കര വേദനയും ചുവപ്പും ഒക്കെ ആയിരുന്നു. അത് കാരണം കണ്ട് ആര് സ്പ്രേ അടിച്ചാലും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോഴേ കണ്ണടച്ച് പിടിക്കും. അങ്ങനെ അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഞാൻ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പൗഡറൊക്കെ ഇട്ട് ട്യൂഷന് പോകാനെല്ലാം ഇറങ്ങി സെറ്റായി കേട്ടോ. അപ്പോഴത്തേനും വാപ്പും സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെടുത്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എന്നെക്കാഴും മുമ്പേ ഗേറ്റൊക്കെ തുറന്ന് റോഡിലോട്ട് ഇറങ്ങി ഓടുവാണ് കേട്ടോ. എന്നെക്കാഴും മുമ്പേ ട്യൂഷൻ വീട് എത്തണമെന്നുള്ള ഇതിലാണ് കേട്ടോ ആൾ ഓടുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എപ്പോഴും തുരുതുരാ വണ്ടി വരുന്നത് കാരണം കൊണ്ട് ഇങ്ങനെ ഓടുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും പിടിച്ച് കെട്ടിയതേ ഞാൻ ട്യൂഷൻ വീട്ടിൽ കൊണ്ട് വിട്ടപ്പോഴത്തേക്ക് അവിടെ ട്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. ഇത് എക്സാമുള്ള പിള്ളേരെങ്ങാണ്ടായതുകൊണ്ട് ടീച്ചറമ്മ അവിടെ ഇരുത്തിയതാണ് കേട്ടോ. ടീച്ചറമ്മയ്ക്ക് അമ്പലത്തിൽ പോയത് കൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വാപ്പതയ്യപ്പത്തേന് കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചോട്ട് വന്നിട്ടോ. നമ്മുടെ കടുക്, ഉലുവ, ജീരകം, പെരുംജീരകം, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ പിഴുപുളി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. വാപ്പ പോയി അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ ഓരോ ടിന്നിലോട്ട് ആക്കിയിടുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എണ്ണയനത്താനുള്ള കറ്റാർവാഴയും നമ്മുടെ പിന്നെന്താ പറയുക മൈലാഞ്ചി ഇല, പിന്നെ കറിവേപ്പില, പിന്നെ ചെമ്പരത്തിയുടെ പൂവ്, ഇതെല്ലാം വാപ്പ പോയി എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി തേങ്ങ തിരിങ്ങിയെടുക്കണം കേട്ടോ. മീൻ കറി വെക്കാനായിട്ട് മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തേങ്ങ തിരിങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് തേങ്ങ തിരിങ്ങൽ. എന്താണെന്ന് വെച്ചാൽ ഈ തിരിങ്ങുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇഷ്ടം പോലെ പീര വീഴുന്നുണ്ട് കേട്ടോ. ഈ ചിരവയ്ക്കകത്ത് തിരിഞ്ഞാൽ പീര വീഴാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഇങ്ങനെ ഈ തേങ്ങ തിരിങ്ങുന്നത്. പിന്നെ തിരിങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയൊക്കെയോ ഞാൻ വലിഞ്ഞും വീണുമൊക്കെ തേങ്ങ തിരിങ്ങുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഈ സൈഡ് തേങ്ങ ഇല്ലേ, അങ്ങനെ സെൻറ്റർ ഭാഗം വെച്ചാണ് കേട്ടോ ഞാൻ തേങ്ങ തിരിങ്ങിയെടുക്കുന്നത്. അത് ഞാൻ അരയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മിക്സി പണി തന്നു. പിന്നെ മിക്സിയൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ വീണ്ടും മിക്സിയിലിട്ട് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തേങ്ങ കറിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയുന്നില്ല. അങ്ങനെ അരപ്പെല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മ നമുക്ക് എണ്ണ കാച്ചിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയെല്ലാം കാച്ചി അതിനകത്ത് കക്കനൊക്കെ മാറ്റി അത് സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെച്ച സമയം കൊണ്ട് ഞാൻ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂമെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ അങ്ങനെ ആരും കിടക്കാറില്ല കേട്ടോ. നമ്മുടെ റിച്ചു റൈഹാൻ എപ്പോഴും ഇതിനകത്ത് കയറി കളിയാണ് കേട്ടോ. നമ്മൾ എത്ര ബെഡ്ഷീറ്റ് നേരെ ഇട്ടാലും ഇതിനകത്ത് കയറി രണ്ടാളും ഭയങ്കര മറിയലാണ്. പിന്നെ നമ്മുടെ റൈഹാൻ്റെ റിച്ചുവിൻ്റെ ബുക്കും പുസ്തകമൊക്കെ വെക്കുന്ന റൂമാണ്. പിന്നെ ഗസ്റ്റ് വല്ലവരും വരുവാണെങ്കിൽ അത്യാവശ്യം കിടക്കോട്ടെ ഈ റൂമിൽ. അങ്ങനെയൊക്കെയുള്ള റൂമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓട്ടി ചോദിച്ച് ഓരോരുത്തർ വരുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് നിന്ന് നമ്മൾ കാര്യം പറയുമല്ലേ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെയും പോയി. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ പോയി തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ടു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണമായിരുന്നു. വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ റിച്ചുവിന് റൈഹാന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വാപ്പ
അപ്പം നമ്മുടെ സ്റ്റാറൊക്കെ സെറ്റായി. നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ എത്തിയില്ലേ, അത് കാരണം ഇതേ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റാറിനൊരു 5-6 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. നമ്മുടെ റൈഹാൻ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം.